ഹലോ ഗീസ് പറയൂ. സോ ഗീസ് LGBTQ എന്നും പറഞ്ഞ് കുറേ ടൈപ്സ് ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരെന്ന് പറയുമ്പോൾ ആണ് പെണ്ണാവാൻ വേണ്ടിയാണ് ഇവന്മാർ ഈ ഒരു മെയിനായിട്ടുള്ള ഈ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഇവന്മാർ ഇതിലെടുക്കണം. ഈ വൈൽഡ് കാർഡ് വഴി ഇവന്മാർ കയറിയിട്ട് ഇവന്മാർ കാണിച്ചുകൊണ്ട് അവരതങ്ങൾ കാണണം. ഒരുത്തനാണെങ്കിൽ പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ പെണ്ണുങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള കുറേ അവരതങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ കാണുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ എന്ത് തേങ്ങയെന്ന് പറയും. അങ്ങനെയുള്ള രീതിയിലുള്ള കുറേ അവരതങ്ങളാണ് ഗീസ് ഇവന്മാർ LGBTQ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് കൊണ്ട് തന്നെയാണ് ഗീസ് കാണുന്ന ബോധമുള്ള ആൾക്കാർക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം അത്രയ്ക്ക് രീതിയിലുള്ള ക്രിഞ്ചാഫാണ് ഗീസ് ഇവന്മാർ ഇതിലൂടെ പടച്ച് വിടുന്നത്. എൻ്റെ പൊന്നു ഇത് കാണുന്നവരൊക്കെ സമ്മതിച്ച് വയ്ക്കണം ഗൈസ്. അതല്ല ഇതേപോലെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വയ്ക്കണം ഗൈസ്. ഇവർക്ക് ഇത് എന്ത് ഉദ്ദേശമാണ് നോക്കി. Mission failed. We'll get them next time. ഒരു നാണം നോക്കും ഈ സമയത്ത് നാണം. ഒരു നാണത്തിനാണ് എല്ലാം കിടക്കുന്നത്. കണ്ട നാണമാണ് മെയിൻ. ഞാൻ പറഞ്ഞില്ല ഗീസ് പെണ്ണാവാൻ വേണ്ടി ഇവർ പലതും കാണിയും ഗൈസ് നോക്കി. ആ കണ്ണൊക്കെ പോകുന്ന നോക്കണം. കണ്ണിലെ മുദ്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗീസ്. ഓക്കെ അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളൊരു രുദ്രമായുള്ളൊരു കാഴ്ചയാണ് ഗീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കരിയൊക്കെ വരച്ചിട്ടുള്ള സുന്ദരി കുട്ടപ്പേറ്റ് പൊട്ടൊക്കെ ചുറ്റി അവിടെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗീസ്. ഞാനാണ് കിടന്നു ഇരുന്ന് ചരിഞ്ഞൊക്കെ ഒന്ന് ആലോചിച്ചു ഗീസ്. എന്നിട്ട് മനസ്സിലാവാത്തോണ്ട് പോയിക്കുകയാണ്. ഇവന്മാർക്ക് ഇതിൽ നിന്ന് എന്ത് സന്തോഷം കിട്ടണം. ഓക്കെ ഇവന്മാർ ജെൻഡർ മാറ്റി എങ്കിൽ പിന്നെ അങ്ങനെ നിന്നാൽ പോരെ. വെറുതെ എന്തിന് റീലൊക്കെ എടുത്തിട്ട് ആൾക്കാരിൽ നിന്ന് ഊക്കുകളൊക്കെ വാങ്ങി ഇങ്ങനെ കൂട്ടി വാങ്ങുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ടിരിക്കുകയാണ്. ഇവന്മാർ മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ വരിയിടും. ഓക്കെ ഇത് മാന്യമാറ്റമല്ലൊക്കെ ഇടും. ഇതൊക്കെ ഇങ്ങനെ ഓവർ ആയിട്ട് എൻ്റെ പുണ്യത് കാണുന്ന പെമ്പിളർ പോലും സഹിക്കും നമ്മൾക്ക് ഇങ്ങനെയാണെന്ന് മനസ്സിലാവാത്തോണ്ടിരിക്കുന്നത്. ഈ ശിവന്മാർക്ക് എന്തിൻ്റെ കഴപ്പാണ് നോക്കി. ഇതൊക്കെ ഏത് തരം ഓവറാണോ നോക്കി. ഓക്കെ അത് മനഃപൂർവ്വം ചെയ്ത ആൾക്കാരിൽ നിന്ന് ഊക്കുകൾ കിട്ടാൻ വേണ്ടി ആ ഊക്കുകൾ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി മാത്രമാണോ ഗൈ സിമ്മർ ഇത് ഇടണേന്ന് അറിയാനും വയ്യ. ഓക്കെ പറഞ്ഞിട്ട് കാലം ഈ സിമ്മർക്ക് സൈക്കോ ആണെന്നും അറിയാൻ വയ്യ. तुम्हारा नाम क्या है? यामिनी. എടാ നീ ചാമിനി അല്ല, നീ ഷൊണ്ണനാണ്. അത് മനസ്സിലാക്കുക. നിൻ്റെ പഴക്കൂലി ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ അപ്പോൾ ചാമിനി ആയിട്ടില്ല. ചാമിനി ആവണമെങ്കിൽ നീ അതൊക്കെ വെട്ടിക്കളയാം പ്ലീസ്. ആമ്പിളൊരു വില കളയാൻ വേണ്ടി ഇങ്ങനെ കുറേ അവരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ വെറുതെ തൂക്കിയിട്ടേക്കുകയാണ്. എടാ പ്ലീസ് അതൊക്കെ വെട്ടിക്കളഞ്ഞ് നീ കത്തിരിക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ നിൻ്റെ ശല്യം അങ്ങ് ഒഴിയുമല്ലോ. बचपन से इतनी खूबसूरत हो या मुझसे मिलने के बाद हुई हो? ഓ ഗൈസ് എനിക്ക് എന്താണ് ഗൈസ് കണ്ട അവൻ്റെ രുദ്രമായിട്ടുള്ള അഭിനയമാണ്. എൻ്റെ പൊന്നോടവ ഈ രീതിയിലുള്ള അഭിനയമൊക്കെ കാഴ്ചവെച്ച് നീ നമ്മളൊന്നും ഭയപ്പെടുത്തരുത് പ്ലീസ്. എൻ്റെ പൊന്നോടവ ഈ ഓന്തൊക്കെ വാ തുറന്നിട്ട് നാക്കൊക്കെ വെളിയിലുള്ള ഒരു എക്സ്പ്രഷനുള്ള ഗൈസ്. ആ ഒരു എക്സ്പ്രഷനായിട്ടാണ് ഗൈസ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. എൻ്റെ പൊന്നോടവ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഗൈസ് ഡൈജസ്റ്റ് ആയി പോകും ഈ ഇങ്ങനെയുള്ള അവരതങ്ങൾ കണ്ട്. ഓ പ്ലീസ് നിർത്തറ പ്ലീസ്. ഇതൊക്കെ ഗൈസ് എനിക്കൊന്ന് ഇത് ഇവന്മാർ അട്രാക്റ്റീവ് സൈനാണെന്നോ നോക്കി. ഇങ്ങനെ പൊക്കുക കാണിക്കുക ഓക്കെ പഴുക്കം വെച്ചിങ്ങനെ കൊല അടച്ചു വെച്ചിരിക്കുകയല്ലോ. ഓക്കെ അത് കാണേണ്ട ആൾക്കാർ കാരണം അത്രയും വലിയ കൊലയാണ് എൻ്റെ തൊള്ളെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഗൈസ് ഇവൻ കാണിച്ചു വയ്ക്കുന്നത്. മറ്റവനും അതേപോലെ തന്നെയാണ് കാണിച്ചത്. ഓക്കെ സോ അപ്പോൾ മനസ്സിലാക്കി ഗൈസ് ഇവന്മാർക്ക് ഇത് തന്നെയാണ് അട്രാക്റ്റീവ് സ്കൈൻ. ഇപ്പോൾ ചിലവർ മുണ്ടൂക്ക് കാണിക്കും എന്ന് പറയില്ലേ ഗൈസ്. ഇവന്മാർ തിരിച്ചാണ്. കാരണം ഇവർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഗൈസ് ഇവർ ഷർട്ട് പോയി കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ് ഇവർ ഷർട്ട് പോയി കാണിക്കുന്ന വേറൊന്നുമല്ല ഗൈസ് അട്രാക്റ്റീവ് സൈനാണ്. ഓക്കെ ഇവർ അട്രാക്റ്റീവ് സൈനാണ് ഗൈസ് ഈ ഒരു ഷർട്ട് പോയി കാണിച്ചാലേ ഗൈസ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇവന്മാരിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ ഞാൻ പല രീതിയിലുള്ള കഴപ്പത്തങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഏത് ഇനത്തിൽ പെടുത്താൻ കഴിയുന്ന കഴപ്പത്തങ്ങളാണ് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ ആണും പെണ്ണും കൂടെ വേണം മേടിച്ച് സംഗമപൂർവ്വമായിട്ടുള്ള ഏതോ ഒരു രുദ്രമായ ഒരു പേഴ്സണാലിറ്റിയാണ് ഗൈസ് ഇവൻ്റെയൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റി. ഓക്കെ ഇവനൊന്നും പറഞ്ഞിട്ട് മനസ്സിലാക്കില്ല ഗൈസ്. കാരണം ഇവനൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവനൊക്കെ വലിയ സംഭവം എന്നാണ് ഇവൻ്റെയൊക്കെ ഒരു വിചാരം. പ്ലീസ് നിർത്തിയിട്ട് പോകണം പ്ലീസ്. അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇവനൊക്കെ ഇങ്ങനെ ക്രിഞ്ചാഫ് കാണിച്ച് നമ്മളൊക്കെ ഇങ്ങനെ വിറപ്പിച്ച് നമ്മൾക്ക് ഊക്കുകൾ മഴയായി പെയ്യിപ്പിച്ച് അവനത് സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റിയെടുക്കുകയാണ് ഗൈസ്. ഓക്കെ അതാണ് തന്നെ ഗൈസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇവന്മാർ ഇതൊക്കെ തന്നെയാണ് ഇവന്മാർ മെയിൻ കാര്യം. പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇവനൊന്നും മനുഷ്യനൊന്നുമല്ല. മനുഷ്യൻ ഗണത്തിൽ കൂട്ടാൻ കൊള്ളില്ല ഇവനെയൊന്നും. ഓക്കെ കാരണം മനുഷ്യൻ ഗണത്തിലൊക്കെ നമ്മൾ മനുഷ്യനെന്ന് പറഞ്ഞാൽ പോലും ഗൈസ് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ കോട്ട ഞാൻ ഇവിടെ നിർത്താൻ പ്രേരിതനാവുകയാണ്. ഓക്കെ സോ ഗൈസ് മറ്റൊരു വീഡിയോയിൽ കാണാം. അതൊരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് ഷെയർ ചെയ്യുക. ഓക്കെ സോ ഗൈസ് ലവ് യു ഗൈസ്. ബൈ ബൈ സി യു. മറ്റൊരു വീഡിയോ കാണാം. അതൊരിക്കും തട്ട ഗൈസ്.
താങ്ക്സ്.